പ്രത്യാശയുടെയും സഹനത്തിന്റെയും സന്ദേശവുമായി ക്രൈസ്തവ വിശ്വാസികൾ നാളെ ഈസ്റ്റർ ആഘോഷിക്കും. ഈസ്റ്ററിന് മുന്നോടിയായി ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക തിരുക്കർമ്മങ്ങൾ നടക്കുകയാണ്. പ്രത്യാശയുടെ പ്രകാശത്തെ തടുത്തു നിർത്താൻ ലോകത്ത് ഒരു പ്രതിബന്ധത്തിനും സാധിക്കില്ലെന്ന സന്ദേശമാണ് ഈസ്റ്റർ മുന്നോട്ട് വെക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരം പട്ടം സെയിന്റ് മേരീസ് കത്തീഡ്രലിലെ ഉയിർപ്പ് ശുശ്രൂഷകൾക്ക് കർദിനാൾമാർ ബസിലിയോസ് ക്ലെമീസ് കാതോലിക്കാബാവ നേതൃത്വം നൽകുന്നു. തിരുവാങ്കുളം സെയിന്റ് ജോർജ് ദേവാലയത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുകയാണ്. കയറ്റം തുടരുകയാണ്. നമുക്ക് ഈ ജീവിതത്തിൽ അത് ഉണ്ടാകട്ടെ. ഞാൻ ഇത്തവണ തിരുവാങ്കുളം പള്ളിയിലെ ഈസ്റ്ററിൻ്റെ തിരുക്കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ നിങ്ങളൊക്കെ പറയും, നിങ്ങൾ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. സമാധാനത്തിൻ്റെ ഉപകരണങ്ങളായിട്ട് സഭ മുഴുവൻ മാറാൻ, അസ്വസ്ഥതയുള്ളിടത്ത്, അനൈക്യമുള്ളിടത്ത്, അഭിപ്രായ വ്യത്യാസം ഉള്ളിടത്തൊക്കെ സഭ കരം കോർത്ത് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വലിയ ശൃംഖലയായിട്ട് മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഉത്ഥാനത്തിരുനാളിൻ്റെ സർവമംഗളങ്ങളും ഞാൻ നേരുന്നു. ബലഹീനനും അഭിയുമായി എനിക്ക് വേണ്ടി കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ കാലഘട്ടത്തിൽ എറണാകുളം അതിരൂപതയെ നയിക്കാൻ ദൈവം എന്നെ നിയോഗിച്ചപ്പോൾ എൻ്റെ കഴിവിനപ്പുറത്ത് കർത്താവിൻ്റെ കരുണയ്ക്കും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുമായിട്ട് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥവും നമ്മുടെ പിതാവായ തോമാസ് ശ്ലീഹായുടെ സംരക്ഷണവും നമ്മുടെ സഭയിൽ സകല വിശുദ്ധന്മാരുടെയും മാധ്യസ്ഥവും ഒക്കെ നമ്മുടെ കൂടെ ശുശ്രൂഷയിലുണ്ടാകാൻ ദൈവം ഇടവരുത്തട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഉത്ഥാന പെരുന്നാളിൻ്റെ സർവമംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് യാചിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കാർമ്മികത്വം വഹിക്കുകയാണ്. വിവിധ ദേവാലയങ്ങളിൽ തിരുക്കർമ്മങ്ങളുടെ ശുശ്രൂഷകൾ നടക്കുകയാണ്. ഈസ്റ്റർ തിരുക്കർമ്മങ്ങൾ പാതിരാ കുർബാന പുരോഗമിക്കുകയാണ്. മിഥില ബാലൻ കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ നിന്ന് ചേരുന്നു. മിഥില, വൈകുന്നേരം മുതൽ പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകൾ, ശുശ്രൂഷകൾ പള്ളികളിൽ പുരോഗമിക്കുകയാണ്. കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ. ഗോകുൽ ദേവമാതാ കത്തീഡ്രലിലും ഈസ്റ്ററിന് മുന്നോടിയായുള്ള പ്രാർത്ഥനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പിതാവിന്റെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പ് അദ്ദേഹം ഈസ്റ്റർ സന്ദേശം നൽകുകയുണ്ടായി. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്നത് മരണത്തെ കീഴടക്കിയാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. മരണത്തിൽ ജീവനുണ്ട്, മരണത്തിനപ്പുറം ഒരു ജീവനുണ്ട് എന്ന ഒരു സന്ദേശമാണ് ഈ ഈസ്റ്ററിലൂടെ നൽകുന്നത്. അതുതന്നെയാണ് ഈ ദേവാലയങ്ങളിൽ നിന്നെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറെ സന്തോഷത്തോടെ വിശ്വാസികളെല്ലാം തന്നെ ദേവാലയത്തിലെത്തുന്നു. ഈസ്റ്റർ എന്നത് സംബന്ധിച്ചിടത്തോളം മരണത്തെ കീഴടക്കി ക്രിസ്തു യേശു ഉയർത്തെഴുന്നേറ്റതിന്റെ ഒരു ദിവസമാണ്, ആ ഒരു ഓർമ്മയാണ്. അതുകൊണ്ട് തന്നെ നാളെ വീടുകളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളുണ്ട്, ദേവാലയങ്ങളിലും പ്രാർത്ഥനകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളാണ് ഇപ്പോൾ ഈസ്റ്ററിന് മുന്നോടിയായിട്ടുള്ള പ്രാർത്ഥനകളാണ് ഇപ്പോൾ കോഴിക്കോട്ടെയും ദേവാലയങ്ങളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവമാതാ കത്തീഡ്രലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇവിടെ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലാണ് ഈ ചടങ്ങുകൾക്ക്, പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുന്നത്. മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. തിരുവാങ്കുളം സെയിന്റ് ജോർജ് ദേവാലയത്തിൽ നിന്ന് റാഫി കരീം ചേരുന്നുണ്ട്. അവിടെയാണ് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത്. റാഫി, തനിക്ക് വേണ്ടി കൂടി, മേജർ ആർച്ച് ബിഷപ്പായ തനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇപ്പോൾ മാർ റാഫേൽ തട്ടിൽ സംസാരിച്ചത്. ശുശ്രൂഷകൾ ഇനി എത്ര മണിവരെ നീളും? 12:30 മണിവരെയായിരിക്കും ഈ ഈസ്റ്റർ ശുശ്രൂഷകൾ സെന്റ് ജോർജ് ചർച്ചിൽ നടക്കുക. സെന്റ് ജോർജ് ചർച്ചിൽ ഈസ്റ്റർ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത് ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ്. അല്പസമയം മുൻപ് ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഈസ്റ്റർ സന്ദേശം ഈ ക്രൈസ്തവ വിശ്വാസികൾക്കായി പറഞ്ഞു. ഈ സന്ദേശത്തിൽ പ്രധാനമായും പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ പ്രത്യാശയുടെ ഈ സന്ദേശവുമായുള്ള ഈ ക്രിസ്തുവിന്റെ ഈസ്റ്റർ, അത് പ്രത്യാശ ജനങ്ങൾക്കും പകരുന്നതാണ്. സന്തോഷത്തോടുകൂടി ഈ ഈസ്റ്റർ ആഘോഷിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്നുള്ളതാണ് അദ്ദേഹം ഈ സന്ദേശത്തിൽ പറഞ്ഞത്. അല്പസമയം മുൻപ് ക്രിസ്തുവിന്റെ
ഉയർത്തെഴുന്നേൽപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതീകാത്മക ഒരു ചടങ്ങുകളും ഇവിടെ നടന്നിരുന്നു. ഒപ്പം തന്നെ പാതിരാ കുർബാനയും അല്പസമയത്തിനു ശേഷം പൂർത്തിയാകും. 12:30യോടുകൂടി ഈ പ്രത്യേക ഈസ്റ്റർ ശുശ്രൂഷകളെല്ലാം അവസാനിക്കുന്ന തരത്തിലാണ് സെന്റ് ജോർജ് ചർച്ചിൽ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. കൃത്യം 10:30 തന്നെയാണ് റാഫേൽ തട്ടിലിന്റെ നേതൃത്വത്തിൽ ഈസ്റ്റർ ശുശ്രൂഷകൾ ആരംഭിച്ചത്. എറണാകുളം ജില്ലയിലെ എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളിലും പ്രത്യേകമായ പ്രാർത്ഥനകളും ഈസ്റ്റർ ശുശ്രൂഷകളും നടക്കുന്നുണ്ട്. 50 ദിവസത്തെ നോമ്പ് പൂർത്തിയാക്കി വിശുദ്ധവാരം പൂർത്തിയാക്കിക്കൊണ്ട് ആണ് ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷത്തിലേക്ക് കടത്തിയിരിക്കുന്നത്. നാളെയും പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ രാവിലെ മുതൽ ഉണ്ടാകും എന്നുള്ളതാണ്. നാളെയും ഇത്തരത്തിലുള്ള പ്രത്യേക ശുശ്രൂഷകളും പള്ളികളിൽ നടക്കും. ശരി, റാഫി കരീമാണ് ഇപ്പോൾ തിരുവാങ്കുളം സെയിന്റ് ജോർജ് ദേവാലയത്തിൽ നിന്നുള്ള ശുശ്രൂഷകളുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇനി തിരുവനന്തപുരത്തേക്കാണ്. ഇവിടെ പാളയം സെയിന്റ് ജോസഫ് പള്ളിയിൽ നിന്ന് MG പ്രതീക്ഷിച്ചിരുന്നു. പ്രതീക്ഷ 50 ദിവസം നീണ്ട നോമ്പുകാലം, അതിനുശേഷം പെസഹ, ദുഃഖവെള്ളി, ക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണയ്ക്കൊക്കെ ശേഷം ഇനി പ്രത്യാശയുടെയും ഉയിർപ്പിന്റെയും തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈസ്റ്ററാണ്. അവിടെ നിന്നുള്ള ഈസ്റ്റർ ശുശ്രൂഷകളുടെ ഈ പാതിരാ കുർബാനയുടെ വിശദാംശങ്ങൾ. ഗോകുൽ, പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ പാതിരാ കുർബാന അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് പോവുകയാണ്. രാത്രി 10:30 കൂടിയാണ് പാളയം സെന്റ് ജോസഫ് പള്ളിയിൽ ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയുടെ നേതൃത്വത്തിൽ പാതിരാ കുർബാനയും ശുശ്രൂഷ ചടങ്ങുകളും ആരംഭിച്ചത്. ഇപ്പോൾ ഈ ഒരു ക്രൈസ്തവ ഗാനം ആലപിക്കുകയാണ്. ഇതോടുകൂടി തന്നെ ഈ പാതിരാ കുർബാന ഇവിടെ അവസാനിക്കും. നേരത്തെ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഓർമ്മ പുതുക്കലായ ഈസ്റ്ററിൻ്റെ ഒരു സന്തോഷത്തിലാണ് ക്രൈസ്തവ വിശ്വാസികൾ ഉള്ളത്. ഈ പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിലാണ് ആദ്യഘട്ടത്തിൽ പാതിരാ കുർബാനയും മറ്റ് ശുശ്രൂഷ ചടങ്ങുകളും നടന്നത്. അവിടെ കർദിനാൾ മാർ ബസോലിയോസ് ക്ലിമിസ് ബാവയുടെ നേതൃത്വത്തിലായിരുന്നു ഈ കുർബാന ചടങ്ങുകളും പ്രദക്ഷിണവും ഒക്കെ തന്നെ നടന്നിട്ടുള്ളത്. നിരവധി വിശ്വാസികളാണ് ഈ പാതിരാ കുർബാനയിലും ഉയിർപ്പുമായി ബന്ധപ്പെട്ടുള്ള ശുശ്രൂഷ ചടങ്ങുകളിലും പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 50 ദിവസമായി ക്രൈസ്തവ വിശ്വാസികൾ അനുഷ്ഠിച്ചു വന്ന നോമ്പിൻ്റെ ഒരു പരിസമാപ്തി കൂടിയാണ് ഈസ്റ്ററോടുകൂടി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പുതിയ കാലത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പുതിയ പ്രത്യാശയുടെ പ്രതീക്ഷയുടെ ഒരു ദിനം കൂടിയാണ് ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് കടന്നു വരുന്നത്. അത്തരത്തിൽ എല്ലാം വലിയ തരത്തിലുള്ളൊരു പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകളായിരുന്നു വിവിധ ക്രൈസ്തവ പള്ളികളിൽ ഉണ്ടായിരുന്നത്. അത്തരത്തിൽ ഉള്ള ഒരു ചടങ്ങുകൾ ഇപ്പോൾ പാളയത്തിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടിയാണ് ഈ പ്രത്യാശയുടെ ദിവസങ്ങളിലേക്ക് ഈ ക്രൈസ്തവ വിശ്വാസികൾ കടക്കുന്നത്. എത്ര ദുരിതത്തിലൂടെയും കഷ്ടപ്പാടുകളുടെയും കടന്നുപോയാലും അതിന് ഒരു ശുഭകരമായ ഒരു ഉയർപ്പുണ്ട് എന്നതാണ് ഈ ഈസ്റ്റർ കൊണ്ട് തന്നെ ഇവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സന്തോഷത്തിലും ഒരു സമാധാനത്തിലുമാണ് ഈസ്റ്ററിനെ ഓരോ ക്രൈസ്തവ വിശ്വാസികളും വരവേൽക്കുന്നത്. സ്നേഹത്തിൻ്റെ സന്ദേശം നൽകിക്കൊണ്ടാണ് ഫാദർ തോമസ് ജെ നെറ്റോ അല്പസമയം മുമ്പ് ഈ സെന്റ് ജോസഫ് കത്തീഡ്രലിൽ പ്രസംഗിച്ചത്. എല്ലാ ക്രൈസ്തവ വിശ്വാസികൾക്കും ഈസ്റ്റർ ദിന സന്ദേശവും അദ്ദേഹം നൽകിയിട്ടുണ്ട്. നാളെ ഈസ്റ്ററുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രത്യേക ചടങ്ങുകളൊന്നും തന്നെ നിലവിൽ പള്ളികളിൽ ഇല്ല. പക്ഷേ വിവിധ പള്ളികളിലൊക്കെ തന്നെ ഈസ്റ്ററിന്റെ തലേ ദിവസം ഈ സമയങ്ങളിലാണ് വിവിധ ശുശ്രൂഷ ചടങ്ങുകളും കുർബാനകളും ഒക്കെ തന്നെ നടന്നിട്ടുള്ളത്. എന്തായാലും അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നതാണ് നമുക്ക് സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നിന്ന് പറയാനുള്ളത്. ദേവാലയങ്ങളിൽ ഈസ്റ്റർ ശുശ്രൂഷകൾ, പാതിരാ കുർബാനയും തിരുക്കർമ്മങ്ങളും ഒക്കെ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഏതായാലും 50 നാൾ നീണ്ട സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും നോമ്പുകാലത്തിൻ്റെ വ്രതശുദ്ധിയുടെ ഒക്കെ കാലം കഴിഞ്ഞ് അതിനുശേഷം ദുഃഖവെള്ളിയുടെയും പെസഹയും ഒക്കെ കടന്ന് ക്രിസ്തുവിൻ്റെ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സ്മരണകൾക്ക് ശേഷം ഇനി ഉയർപ്പിൻ്റെ പ്രതീക്ഷയുടെ നാളുകളിലേക്കാണ് ഈസ്റ്റർ ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ് ക്രിസ്തീയ വിശ്വാസികൾ ലോകമെമ്പാടും. ന്യൂസിലാൻഡ് ഹാമിൽട്ടൺ സെയിന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നടന്ന ഈസ്റ്റർ ശുശ്രൂഷയിൽ ഫാദർ അബിൻ മണക്കാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉയിർപ്പിന്റെ ശുശ്രൂഷയിലും പാതിരാ കുർബാനയിലും 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. യേശുവിന്റെ ഉയിർപ്പിനെ അനുസ്മരിക്കുന്ന ഈസ്റ്ററോടുകൂടി 50 ദിവസത്തെ വിശ്വാസികളുടെ വലിയ നോമ്പിനും സമാപനമായി. ഫാദർ അബിൻ വിശ്വാസികൾക്ക് ഈസ്റ്റർ ദിന സന്ദേശം നൽകി. ജെറുസലേമിലെ തിരുക്കല്ലർ ദേവാലയത്തിൽ ദുഃഖവെള്ളി ശുശ്രൂഷ നടത്തി സിറിയൻ ഓർത്തഡോക്സ് സഭ. മെത്രാപ്പൊലീത്തമാരായ യാക്കൂബ് മോർ അന്തിമോസ്,
തോമസ് മോർ തിമോത്തിയോസ് എന്നിവർ നേതൃത്വം നൽകി. ഫാദർ സ്ലീബ കാട്ടുമങ്ങാട്ട് സഹകാർമ്മികനായി. സ്ലീബ ആരാധനയിലും പ്രദക്ഷിണത്തിലും 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കി ബഹ്റൈനിലും വിശ്വാസികൾ ദുഃഖവെള്ളി കഴിഞ്ഞ ദിവസങ്ങളിൽ ആചരിച്ചു. ബഹ്റൈനിലെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ രാവിലെ മുതൽ വിശ്വാസികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കി ബഹ്റൈനിലും ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. ദുഃഖവെള്ളിയുടെ ഭാഗമായി ബഹ്റൈനിലെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ രാവിലെ മുതൽ പ്രത്യേക ശുശ്രൂഷകളും പ്രാർത്ഥനകളും നടന്നു. ബഹ്റൈൻ മലയാളി കത്തോലിക്ക കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിൽ യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ ആചരിച്ചുകൊണ്ടുള്ള ദുഃഖവെള്ളി ശുശ്രൂഷകൾ നടന്നു. രാവിലെ കുരിശിന്റെ വഴി പ്രദക്ഷിണത്തിന് ശേഷം നടന്ന ശുശ്രൂഷകൾക്ക് മനാമ തിരുഹൃദയ ദേവാലയം വികാരി ഫാദർ ഫ്രാൻസിസ് ജോസഫ് OFM മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അവർ ലേഡി ഓഫ് അറേബ്യ കത്തീഡ്രൽ റെക്ടർ ഫാദർ സജി തോമസ് OFM ഫാദർ ജോൺ ബ്രിട്ടോ, ഫാദർ ലിജോ എബ്രഹാം, ഫാദർ സെബാസ്റ്റ്യൻ ഐസക് എന്നിവരുടെ സഹകാർമ്മികത്വത്തിലാണ് പീഡാനുഭവ ചരിത്ര വായനകൾ, കുരിശാരാധന, വിശുദ്ധ കുർബാന സ്വീകരണം, കുരിശുരൂപം വണങ്ങൽ എന്നിവ ഒരുക്കിയത്. തുടർന്ന് കർത്താവിന്റെ ശരീരവും വഹിച്ചുകൊണ്ടുള്ള നഗരി കാണിക്കലിൽ വൈദികരും 7000-ലധികം വരുന്ന വിശ്വാസി സമൂഹവും പങ്കെടുത്തു. ഇന്നലെ പെസഹ വ്യാഴാഴ്ചയുടെ ഭാഗമായും ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളും നടന്നിരുന്നു. പ്രത്യേക കുർബാനയും കാൽകഴുകൽ ശുശ്രൂഷയും പെസഹ വ്യാഴത്തിന്റെ ഭാഗമായി ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഒരുക്കിയിരുന്നു. അനുതാപത്തിന്റെ വിശുദ്ധവാരം പിന്നിട്ട് ഞായറാഴ്ച ബഹ്റൈനിലെ ക്രൈസ്തവർ പ്രത്യാശയുടെ ഈസ്റ്റർ ആഘോഷങ്ങളിൽ പങ്കുചേരും. 24 ബഹ്റൈൻ. യുക്രൈനിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചു റഷ്യ. ഈസ്റ്ററിനോടനുബന്ധിച്ചാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രഖ്യാപനം. ഇന്ന് രാത്രി മുതൽ ഈസ്റ്റർ ദിനമായ നാളെ വൈകിട്ട് വരെയാണ് വെടിനിർത്തൽ. വെടിനിർത്തലിന്റെ ഭാഗമായി റഷ്യയും യുക്രൈനും തടവുകാരെ കൈമാറി. ഒരു ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപനം തമാശയാണെന്നാണ് യുക്രൈന്റെ പ്രതികരണം. USA C2 സ്കൈ പ്രോഗ്രാമിന്റെ ഭൗമദിനാഘോഷങ്ങൾക്ക് അമേരിക്കയിൽ തുടക്കമായി. ന്യൂയോർക്കിൽ നിരവധി വിദ്യാർത്ഥികൾ വൃക്ഷത്തൈകൾ നട്ടു. ന്യൂജേഴ്സിയിൽ ബീച്ചിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്താണ് വിദ്യാർത്ഥികൾ ഭൗമദിനാഘോഷത്തിൽ പങ്കുചേർന്നത്. അമേരിക്കയിലെ 10 സംസ്ഥാനങ്ങളിലെ പ്രധാന നഗരങ്ങളിൽ ഇതിനോടകം 1000-ലധികം വൃക്ഷത്തൈകൾ 24 നട്ടുപിടിപ്പിച്ചു. ഇതാദ്യമായാണ് ഒരു ദൃശ്യമാധ്യമം അമേരിക്കയിൽ വൃക്ഷത്തൈകൾ പിടിപ്പിച്ച് പ്രകൃതിയോടൊപ്പം സഞ്ചരിക്കുന്നത്. മക്കയിലേക്കുള്ള പ്രവേശനത്തിന് ഈ മാസം 23 മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തും. ഹജ്ജ് തീർത്ഥാടകർക്കും മക്കയിലെ സ്ഥിര താമസക്കാർക്കും മക്കയിൽ ജോലി ചെയ്യുന്നവർക്കും മാത്രമായിരിക്കും പ്രവേശനം. ഹജ്ജ് ഒരുക്കങ്ങളുടെ ഭാഗമായാണ് നിയന്ത്രണം. ഏപ്രിൽ 23 മുതൽ മക്കയിൽ പ്രവേശിക്കുന്നതിന് പ്രത്യേക അനുമതി പത്രം വേണമെന്നാണ് സുരക്ഷാ വിഭാഗത്തിന്റെ നിർദ്ദേശം. ഹജ്ജ് പെർമിറ്റോ മക്കയിൽ ജോലി ചെയ്യുന്നതിന് സൗദി പാസ്പോർട്ട് ഡയറക്ടറേറ്റിൽ നിന്നുള്ള അനുമതി പത്രമോ മക്കയിൽ ഇഷ്യൂ ചെയ്ത ഇഖാമയോ ഉള്ളവർക്ക് മാത്രമായിരിക്കും പ്രവേശനം. ഹജ്ജ് ഒരുക്കങ്ങളുടെ ഭാഗമായാണ് നിയന്ത്രണം. നിയമലംഘകരെ കണ്ടെത്താൻ മക്കയിലേക്കുള്ള പ്രവേശന കവാടങ്ങളിൽ പരിശോധന ശക്തമാക്കും. മതിയായ രേഖകളില്ലാത്തവരെ ചെക്ക് പോയിന്റുകളിൽ നിന്ന് തിരിച്ചയക്കും. അനധികൃത ഹജ്ജ് തീർത്ഥാടകരെ തടയുന്നതിന്റെ ഭാഗമായി കൂടിയാണ് നിയന്ത്രണം ശക്തമാക്കുന്നത്. തൊഴിൽ വിസയിലോ ഉംറ വിസയിലോ വിസിറ്റ് വിസയിലോ ടൂറിസ്റ്റ് വിസയിലോ ഉള്ളവർക്ക് ഹജ്ജ് നിർവഹിക്കാൻ അനുമതിയില്ല. ഹജ്ജ് നിർവഹിക്കാൻ ഹജ്ജ് വിസയോ നുസുക്ക് വഴിയുള്ള പെർമിറ്റോ തന്നെ വേണമെന്ന് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. നിലവിൽ സൗദിയിലുള്ള ഉംറ തീർത്ഥാടകർ ഏപ്രിൽ 29 ആകുമ്പോഴേക്കും സൗദിയിൽ നിന്ന് മടങ്ങണം. ഏപ്രിൽ 29 മുതൽ ഹജ്ജ് തീർത്ഥാടകർക്ക് മാത്രമായിരിക്കും ഉംറ നിർവഹിക്കാനുള്ള അനുമതി ലഭിക്കുക. അതേസമയം വ്യാജ ഹജ്ജ് സർവീസ് സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ ഹജ്ജ് പരസ്യം നൽകിയ സ്വദേശിയെ കഴിഞ്ഞ ദിവസം മക്ക പോലീസ് അറസ്റ്റ് ചെയ്തു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. സൗദിയിലെ അൽഖോബാറിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനെ വാഹനം ഇടിച്ച് മലയാളിക്ക് ദാരുണാന്ത്യം. കൊട്ടാരക്കര പൂവറ്റൂർ സ്വദേശി ഗോപി സദനം വീട്ടിൽ ഗോപകുമാറാണ് മരിച്ചത്. തുക്ബ സ്ട്രീറ്റ് 20-ൽ റോഡിലെ സീബ്ര ലൈനിൽ കൂടി മറുഭാഗത്തേക്ക് പോകാൻ ശ്രമിക്കവേ എതിരെ വന്ന കാർ ഇടിക്കുകയും ശരീരത്തിലൂടെ കയറിയിറങ്ങുകയുമായിരുന്നു. അപകടശേഷം കാർ നിർത്താതെ പോയി. തുക്ബയിൽ AC വർക്ക്ഷോപ്പ് നടത്തി വരികയായിരുന്നു ഗോപകുമാർ. ശ്രീജയാണ് ഭാര്യ. മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾക്ക് KMCC തുക്ബ പ്രസിഡന്റ് ഒമർ ഓമശ്ശേരി, ഖോബാർ പ്രസിഡന്റ് ഇക്ബാൽ ആനമങ്ങാട്, വെൽഫെയർ വിഭാഗം ചെയർമാൻ ഹുസൈൻ നിലമ്പൂർ എന്നിവർ രംഗത്തുണ്ട്. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന് ആഘോഷരാവുകൾ സമ്മാനിച്ച് സൗദിയിലെ ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി സംഘടിപ്പിച്ച പാസ്പോർട്ട് ടു ദ വേൾഡ് എന്ന പരിപാടിയിലെ ഇന്ത്യൻ ഉത്സവത്തിന് ഇന്ന് കൊടിയിറങ്ങും. അൽഖോബാർ ഇസ്കാൻ പാർക്കിലെ ഉത്സവ നഗരിയിലേക്ക്
സൗദി കിഴക്കൻ പ്രവിശ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പതിനായിരങ്ങളാണ് ഒഴുകിയെത്തുന്നത്. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ ഒന്നടങ്കം സംഗീതത്തിന്റെ മാസ്മരിക ലഹരിയിൽ ആറാടിച്ച പാസ്പോർട്ട് ടു ദ വേൾഡ് ഇന്ത്യൻ ഉത്സവാഘോഷ രാവുകൾക്ക് ഇന്ന് കൊടിയിറങ്ങും. സായാഹ്ന വിളക്കുകളുടെ ഹൃദ്യമായ പ്രകാശത്തിലും തെളിഞ്ഞ കാലാവസ്ഥയുടെ മനോഹാരിതയിലും അരങ്ങേറിയ പരിപാടികളെല്ലാം ഇന്ത്യൻ പ്രവാസികൾക്ക് സമ്മാനിച്ചത് അവിസ്മരണീയമായ അനുഭൂതികളാണ്. ഊർജ്ജസ്വലമായ നിറങ്ങളാൽ ചാലിച്ച വെളിച്ച സംവിധാനം, ആത്മാവിനെ ഉത്തേജിപ്പിക്കുന്ന സംഗീതം, സമ്പന്നമായ സാംസ്കാരിക പൈതൃകം നിറഞ്ഞ ഘോഷയാത്ര എന്നിവയെല്ലാം ഒരൊറ്റ വേദിയിൽ സംഗമിച്ചപ്പോൾ കാഴ്ചക്കാർക്ക് ഇത് ഇന്നേവരെ അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്ത ദൃശ്യവിരുന്നായി മാറി. ഓരോ ദിവസം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തെ ഓരോ പ്രോഗ്രാമുകളാണ് ഗവൺമെന്റ് നമുക്ക് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അസലായി വാക്കുകളില്ല പറയാൻ, കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമ വരുന്ന പ്രോഗ്രാമുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അടിപൊളി പരിപാടി, സൂപ്പറാണ്, ഭയങ്കര എൻജോയ്മെന്റ് ആണ്. 2-3 വർഷം മുമ്പ് ഇവിടുന്ന് നാട്ടിൽ പോയ ആ ഒരു തലമുറയ്ക്കോ അല്ലെങ്കിൽ അവർക്കോ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മാറ്റവും നല്ല പരിപാടിയാണ്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പരിപാടി നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നത് കാണുന്നത് തന്നെ നല്ല ഒരു, ഞാൻ 8 വർഷം ചെയ്തതിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടി അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇത് ആദ്യമാണ് ഗോപാറിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം വരുന്നതും. ഒരു ഉത്സവ പ്രതിനിധിയായിരുന്നു. നല്ല പരിപാടിയായിരുന്നു, അടിപൊളി, അടിപൊളി പരി, സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ട് കൊണ്ടുപോയി. ഇതുപോലത്തെ പരിപാടികളെ കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പോഴാണ് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുമുള്ള ശ്രദ്ധേയരായ അർമാൻ മാലിക് ഉൾപ്പെടെയുള്ള ഗായകരുടെ ഒരു വലിയ നിര തന്നെ അവതരിപ്പിച്ചുകൊണ്ട് സംഗീതാസ്വാദകർക്കായി മനോഹരമായ നല്ല നല്ല പാട്ടുകൾ സമ്മാനിച്ചപ്പോൾ ആസ്വാദകരും താളം വെച്ചും നൃത്തമാടിയുമെല്ലാം ആഘോഷിച്ചു. ഇന്ത്യൻ ആഘോഷങ്ങളുടെ അവസാന ദിവസമായി ഇന്ന് എമിവെ ബന്ദായി, ബിസ്വ, ദിവ്യ എസ് മേനോൻ, പ്രിയൻഷി ശ്രീവാസ്തവ, പൂജ കന്തൽവാൾ എന്നിവരാണ് ആസ്വാദകരെ സംഗീതത്തിൽ ആറാടിക്കാൻ വേദിയിൽ അണിനിരക്കുക. ഇന്ത്യയുടെ തനത് രുചി വിഭവങ്ങൾ വിളമ്പുന്ന ഫുഡ് സ്റ്റാളുകൾ, പരമ്പരാഗത കരകൗശല പ്രദർശനം, പരമ്പരാഗത വസ്ത്രങ്ങളുടെ പ്രദർശനം, വിവിധ പവലിയനുകൾ എന്നിവയെല്ലാം അക്ഷരാർത്ഥത്തിൽ പ്രവാസികളെ നാട്ടിലെ ഉത്സവ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. എന്തായാലും സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ഇന്ത്യക്കാരെ മുഴുവനും ഒരു കുടക്കീഴിൽ ആഘോഷങ്ങളാൽ അണിനിരത്താനായി സൗദി ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റിക്ക് പാസ്പോർട്ട് ടു ദ വേൾഡ് എന്ന ഈ വലിയ ആഘോഷമേളയിലൂടെ. ക്യാമറമാൻ മുബാറക്കിനോടൊപ്പം സുബൈറുദ്ദീനൂർ, 24 ദമാം. അശ്രദ്ധമായി വാഹനമോടിക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി അബുദാബി പോലീസ്. വാഹനമോടിക്കുന്നതിനിടെ മൊബൈൽ ഉപയോഗിക്കുന്നത് വലിയ അപകടത്തിന് കാരണമാകുന്ന സാഹചര്യത്തിലാണ് പോലീസ് മുന്നറിയിപ്പ്. അബുദാബിയിലുണ്ടായ നിരവധി വാഹനാപകടങ്ങളുടെ വീഡിയോയും പോലീസ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നത് സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും അപകടത്തിലാക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ വീണ്ടും മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അബുദാബി പോലീസ്. മൊബൈൽ ഫോൺ ഉപയോഗം മൂലം അബുദാബിയിലുണ്ടായ നിരവധി വാഹനാപകടങ്ങളുടെ ഞെട്ടിക്കുന്ന വീഡിയോയും പോലീസ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നത് വൻ തുക പിഴയും ലൈസൻസിൽ ബ്ലാക്ക് പോയിന്റുകളും ലഭിക്കാവുന്ന കുറ്റമാണ്. അപകടകരമായ ഗതാഗത നിയമലംഘനങ്ങൾ നടത്തുന്ന ഡ്രൈവർമാരെ അറസ്റ്റും ചെയ്യും. ഡ്രൈവിംഗിനിടെ ഫോൺ ഉപയോഗിക്കുന്നത് കണ്ടെത്തിയാൽ 30 ദിവസം വരെ വാഹനങ്ങൾ കണ്ടുകെട്ടുന്നതടക്കമുള്ള നടപടികളിലേക്കും അധികൃതർ കടക്കും. ജീവനും സുരക്ഷയും അപകടത്തിലാക്കുന്ന വിധം വാഹനം ഓടിച്ചതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം രാജ്യത്ത് 4291 നിയമലംഘനങ്ങളാണ് രേഖപ്പെടുത്തിയത്. 24 ദുബായ്. ദുബായ് സ്പോർട്സ് ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന അണ്ടർ-17 സ്റ്റുഡൻറ് സോക്കർ ലീഗിന് നാളെ തുടക്കമാകും. ദുബായ് ക്ലബ് ഫോർ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷനിൽ വെച്ചാണ് ടൂർണമെന്റ് നടക്കുക. ഗാഡ്ജറ്റുകളിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് മാറാൻ യുവ പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുക, വിദ്യാർത്ഥികൾക്കിടയിൽ അച്ചടക്കം, ടീം സ്പിരിറ്റ് എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് അണ്ടർ-17 സ്റ്റുഡൻറ് സോക്കർ ലീഗ് 2025 നടത്തുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. ലീഗിന്റെ ട്രോഫി ആൻഡ് ജേഴ്സി ലോഞ്ച് ചടങ്ങ് ദുബായിൽ നടന്നു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ഫ്രാങ്കി ബാരറ്റോ ചടങ്ങിൽ മുഖ്യാതിഥിയായി. UAE-യിലെ വിവിധ എമിറേറ്റുകളിൽ നിന്നുള്ള 16 സ്കൂളുകളാണ് സോക്കർ ലീഗിൽ പങ്കെടുക്കുന്നത്. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന കേരള യാത്രയ്ക്ക് നാളെ സമാപനം. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന SKN40 കേരള യാത്രയുടെ കാസർഗോഡ് ജില്ലയിലെ പര്യടനം സമാപിച്ചു. നീലേശ്വരം കോട്ടപ്പുറം ഹൗസ് ബോട്ട് ടെർമിനലിൽ നിന്ന് ആരംഭിച്ച മോർണിംഗ് ഷോ ലഹരി വിരുദ്ധ പ്ലക്കാർഡുകളും കലാപരിപാടികളും കെങ്കേമമായി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, പോലീസ്, എക്സൈസ് ഉദ്യോഗസ്ഥർ എന്നിവർ യാത്രയ്ക്ക് ആശംസകൾ നേർന്നു.
വിജയവീഥി തേടിയെത്താൻ അറിവിൽ ലഹരി വീണം സന്തോഷത്തിൽ ലഹരിയാലെ മുന്നോട്ടേക്കു നീങ്ങാം. തേജസ്വിനി ക്ലബിന്റെ ബാൻഡ് വാദ്യം യാത്രയെ ആവേശോജ്വലമാക്കി. കയ്യൂരിലെ അമ്മമ്മക്കൂട്ടത്തിന്റെ ലഹരിവിരുദ്ധ പാട്ടുമായുള്ള നൃത്തം. ഷോളണിയിച്ചും പൂച്ചെണ്ടുകൾ നൽകിയും 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരെ ഹൃദയത്തോട് ചേർത്തു കാസർഗോഡൻ ജനത. മോർണിംഗ് ഷോയ്ക്കിടെ തേജസ്വിനി പുഴയിലൂടെ ഹൗസ് ബോട്ട് യാത്ര. ഹൗസ് ബോട്ടിൽ പാട്ടും നൃത്തവുമായി സിനിമാ താരങ്ങളായ PP കുഞ്ഞികൃഷ്ണൻ, ഉണ്ണിരാജ, അഡ്വക്കേറ്റ് ഷുക്കൂർ, അഡ്വക്കേറ്റ് ഗംഗാധരൻ തുടങ്ങിയവരും പാട്ടുകാരൻ സുരേഷ് പള്ളിപ്പാറയും. പാട്ടിനൊപ്പം ചുവടുവെച്ച SK. ലഹരിവിരുദ്ധ സന്ദേശവുമായി ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന കേരള യാത്രയെ പ്രശംസിച്ച കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ. ടെൻസിങ്ങും ഖിലാരിയും എവറസ്റ്റ് കീഴടക്കി എന്ന് പറഞ്ഞ പോലെ കേരളത്തിലെ പൊതുജന സമൂഹത്തിന്റെ മനസാക്ഷി ശ്രീകണ്ഠൻ നായരും നിങ്ങളെല്ലാം കൂടെ കീഴടക്കിയിരിക്കുകയാണ്. കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിൽ നടന്ന പരിപാടിയിൽ മുനിസിപ്പാലിറ്റിക്കു കീഴിലെ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് SKN ഉപഹാരം സമ്മാനിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് എത്തിയ ശ്രീകണ്ഠൻ നായരെ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. കാസർഗോഡ് തനതുകലയായ അലാമിക്കളി കണ്ടതോടെ 24 സംഘത്തിനും കൗതുകം. തുടർന്ന് അമ്പലത്ര സ്നേഹവീട്ടിൽ കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. കാസർഗോഡിലെ മുഴുവൻ എൻഡോസൾഫാൻ വിക്ടിംസിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ളതാണ്. അത് ഞാൻ കുറച്ചുകൂടെ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് എന്തായാലും നമ്മളൊരു ചികിത്സാ സഹായം ഉറപ്പുവരുത്തും. പാലക്കുന്നിൽ തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ യാത്രയ്ക്ക് സ്വീകരണം നൽകി. തുടർന്ന് ഉദുമ മുല്ലച്ചേരിയിൽ സുഭാഷ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ പരിപാടിയിലേക്ക് SKN എത്തിയതോടെ മുല്ലച്ചേരിയിൽ ആഘോഷം. ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിയാണ് മുല്ലച്ചേരിയിലെ പരിപാടി സമാപിച്ചത്. കാസർഗോഡ് നഗരത്തിൽ നെല്ലിക്കുന്ന് ബീച്ചിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗത്തിന്റെ നേതൃത്വത്തിൽ SKN സ്വീകരണം നൽകി. BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി, കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് PK ഫൈസൽ എന്നിവർ യാത്രയ്ക്ക് ആശംസകൾ അർപ്പിച്ചു. പിന്നാലെ കനൽ കാസർഗോഡിന്റെ നാടൻ പാട്ടുകൾ. ഇനി നാളെ SKN നയിക്കുന്ന ലഹരി വിരുദ്ധ യാത്രയ്ക്ക് ഔദ്യോഗിക സമാപനം. 24 കാസർഗോഡ്. ഐ ലീഗ് ഫുട്ബോൾ കിരീടം ചർച്ചിൽ ബ്രദേഴ്സിന്. ലീഗ് സമാപിച്ച് 13 ദിവസത്തിനു ശേഷമാണ് ജേതാക്കളെ പ്രഖ്യാപിക്കുന്നത്. ഇന്റർ കാശിക്ക് അനുവദിച്ച 3 പോയിന്റ് AIFF അപ്പീൽ കമ്മിറ്റി തള്ളിയതോടെയാണ് ലീഗിൽ 1-ാം സ്ഥാനത്തെത്തിയ ചർച്ചിലിനെ ജേതാക്കളായി പ്രഖ്യാപിച്ചത്. കിരീടത്തോടൊപ്പം ISLലേക്ക് ചർച്ചിൽ ബ്രദേഴ്സ് പ്രമോഷനും നേടി. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു.